യുടെ നല്ലോണം ആഘോഷിച്ച പ്രവാസി മലയാളികൾ പൂക്കളമൊരുക്കിയും തൂശനിലയിൽ സദ്യ കഴിച്ചും തനി നാടൻ ശൈലിയിലായിരുന്നു ഓണാഘോഷം. UAE-യിൽ പൊതു അവധി ദിനത്തിൽ തന്നെ തിരുവോണമെത്തിയത് ആഘോഷങ്ങളുടെ പൊലിമ കൂട്ടി. നാട്ടിലേക്കാൾ കെങ്കേയുമായി പ്രവാസികളുടെ ഓണാഘോഷവും നടക്കുകയാണ്. സദ്യ ഒരുക്കിയും അത്തപ്പൂക്കളം ഒരുക്കിയും തനത് രീതിയിൽ തന്നെയാണ് പ്രവാസികളുടെ ആഘോഷവും. നാട്ടിലേതിനേക്കാൾ ഗംഭീരമായി ഓണം ആഘോഷിക്കുന്നത് പ്രവാസികളാണെന്ന് അക്ഷരാർത്ഥത്തിൽ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ഈ വർഷവും ഗൾഫ് ഓണം. കുടുംബങ്ങളും സുഹൃത്തുക്കളും ഒന്നുചേർന്നായിരുന്നു പ്രവാസികളുടെ ആഘോഷം. മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് തിരുവാവണിരാവ് മനസാകെ നിലാവ്. തിരുവോണമായിട്ട് ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം കൂടി ഒരു ചെറിയൊരു ആഘോഷം പ്ലാൻ ചെയ്തിരിക്കുകയാണ് വീട്ടിൽ. അപ്പം നമ്മുടെ അറിയാലോ, നമ്മുടെ നാട്ടിലെയും ഇവിടെയും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഓണം ആഘോഷിക്കുന്നത് നമ്മളുടെ ഈ പ്രവാസി ലോകത്താണ്. കാരണം ഇപ്പം മുതൽ ഇനി അടുത്തൊരു 6 മാസത്തേക്ക് നമുക്കിവിടെ ഓണാഘോഷം തന്നെ ആയിരിക്കും. വർണ്ണാഭമായി പൂക്കളിട്ടും കേരളത്തനിമയുടെ പുതുവസ്ത്രമണിഞ്ഞ് വാഴയിലെ സദ്യ ഉണ്ടും ഗൾഫിലെ പ്രവാസി മലയാളികളും ഓണം കെങ്കേമമാക്കി. വീടുകളിൽ നാടൻ രുചിയിൽ വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കി ഭൂരിഭാഗം പേരും. മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം. ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങളെല്ലാവരും കൂടിയിട്ടുണ്ട്. ഫ്രണ്ട്സും ഫാമിലി ആയിട്ട് അത്തപ്പൂക്കളം ഇട്ടിട്ടുണ്ട്, സദ്യ ഒരുക്കിയിട്ടുണ്ട്. വീട്ടിൽ തന്നെ സദ്യ ഒരുക്കിയിട്ടുള്ളത് 3 കൂട്ടം പായസം ഉണ്ട്. ഞങ്ങൾ അടിപൊളി ആൻറ്റിയാണ് ഉണ്ടാക്കിയിട്ട്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ഓണം ഇവിടെ സെലിബ്രേറ്റ് ചെയ്യണേ. നാട്ടിൽ സെലിബ്രേറ്റ് ചെയ്ത കുറേ എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു സന്തോഷം ദുബായിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ എൻ്റെ ഫ്രണ്ട്സും കൂടിയായിട്ട്. പ്രവാസികളുടെ ഓണാഘോഷം തിരുവോണ ദിനം കൊണ്ട് അവസാനിക്കുന്നില്ല. വിവിധ മലയാളി സംഘടനകളുടെ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഓണാഘോഷങ്ങൾ ആഴ്ചകളും മാസങ്ങളും നീളും. എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് രഞ്ജിത്ത് പുലാശ്ശേരിക്കൊപ്പം ഷിൻ സെബാസ്റ്റ്യൻ, ജനം, ദുബായ്.